മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സച്ചിനെ ഇഷ്ടമാണ്. സച്ചിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്കും സച്ചിനെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ റോജി തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ എയർഫോഴ്സിനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് സച്ചിനെ കുറ്റം പറയും. എന്താടാ ഇത് ഔട്ടായി, നിർത്തേണ്ട കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവനിടയ്ക്ക് സച്ചിനെ കുറ്റം പറയുമായിരുന്നു. അപ്പോൾ സച്ചിൻ റിട്ടയർ ചെയ്ത ശേഷം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ കരഞ്ഞുപോയി ഞാൻ. അപ്പം ഞാൻ പറഞ്ഞിടാ, എനിക്ക് സച്ചിനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ സച്ചിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. നീ എപ്പോഴും സച്ചിനെ വിമർശിക്കുന്ന ഒരാളല്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ ഞാൻ വിമർശിക്കുന്നത് അങ്ങേരുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. അങ്ങേരെ വേറെ ആരും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അപ്പോൾ സച്ചിനെ വേറെ ആരെങ്കിലും കുറ്റം പറയുക, അല്ലെങ്കിൽ വേറൊരാൾ സച്ചിൻ നിർത്തേണ്ട സമയമായി എന്ന് പറയുക, അല്ലെങ്കിൽ സച്ചിൻ ഫോം ഔട്ടാണെന്ന് പറയുന്നത് എനിക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇത് തന്നെയായിരിക്കാം എല്ലാവരുടെയും അവസ്ഥ. പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ ചിലപ്പോൾ സച്ചിൻ ലൈം ലൈറ്റിൽ നിൽക്കുന്ന കാലത്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഞാൻ സച്ചിനെ, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ സച്ചിനെ കണ്ടിട്ടുള്ളത്, ഞാൻ 87-ലാണ് സുനിൽ ഗാവസ്കർ റിട്ടയർ ആകുന്നത്. അപ്പോൾ ഞാൻ സുനിൽ ഗാവസ്കറിൻ്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു. സുനിൽ ഗാവസ്കർ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഇനി ആര്, അപ്പോൾ അന്ന് ഈ സച്ചിൻ ഇതുപോലെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ സച്ചിൻ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പോലെ ആയിരുന്നില്ല സുനിൽ ഗാവസ്കറിൻ്റെ കാലം. സുനിൽ ഗാവസ്കർ പെട്ടെന്നൊരു ദിവസം റിട്ടയർ ചെയ്തു. 87 വേൾഡ് കപ്പിൽ നമ്മൾ സെമി ഫൈനലിൽ പരാജയപ്പെട്ട ശേഷം സുനിൽ ഗാവസ്കർ പെട്ടെന്ന് റിട്ടയർ ചെയ്യുമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം പത്രത്തിൽ ഞാനിങ്ങനെ സുനിൽ ഗാവസ്കർ റിട്ടയർ ആയതെന്ന് എനിക്ക് ആ ഷോക്ക് മാറിയിട്ടില്ല. അപ്പോഴാണ് അതിൻ്റെ ഒരു കോർണറിലൊരു വാർത്ത, സുനിൽ ഗാവസ്കറിന് പകരം മറ്റൊരു ലിറ്റിൽ മാസ്റ്റർ വരുന്നു, സച്ചിൻ തെണ്ടുൽക്കർ എന്നാണ് പേര്, ബോംബെ നിന്നാണ്, ഇതുപോലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തെന്ന് സച്ചിനെ കുറിച്ചൊരു ചെറിയ നോട്ട് ഇങ്ങനെ അതിൻ്റെ കോർണർ. അപ്പോൾ 87-ൽ സുനിൽ ഗാവസ്കർ റിട്ടയർ ആവുന്ന പത്രത്തിലാണ് ഞാൻ സച്ചിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. പിന്നെ 89-ൽ സച്ചിൻ വരുന്ന ആദ്യത്തെ പ്രദർശന മത്സരം സച്ചിനും നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രദർശന മത്സരം ഞാൻ കണ്ടിരുന്നു. അന്ന് അബ്ദുൽ ഖാദറിൻ്റെ ഓരോ ഓവറിൽ സച്ചിൻ 4 6 അടിച്ചതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചിൻ ഒരു ചെറിയ പയ്യൻ, അന്നൊക്കെ ടീമിലുള്ളവരെല്ലാം നല്ല ഹൈറ്റുള്ള ആൾക്കാരൊക്കെയാണ്, ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള മുഹമ്മദ് അസറുദ്ദീനും ഒക്കെ സഞ്ജയ് മഞ്ചേരക്കറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പയ്യൻ കയറി വന്നിട്ട്, അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ്. അപ്പോൾ അബ്ദുൽ ഖാദറിനെ അടിച്ചോടിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞ ശേഷം കുറേ ആളുകൾ കൂട്ടം കൂടി എന്ന് പറയുകയാണ്, എന്താ പയ്യൻ്റെ അടി കണ്ടോ, പയ്യൻ്റെ കളി കണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവർ പറയുന്നതെല്ലാം ഇങ്ങനെ നോക്കി വളരെ സന്തോഷമായിട്ട്, അപ്പോൾ തൊട്ട് സച്ചിനെ നമ്മൾ ഇഷ്ടപ്പെടും. ചിലപ്പോൾ ഞാനാണോ സച്ചിൻ, അല്ലെ എൻ്റെ രൂപമാണോ, അല്ലെ എൻ്റെ പ്രതിനിധിയാണോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മളങ്ങ് ഇഷ്ടപ്പെടുന്നത്. പിന്നീട് എല്ലാ കാലത്തും പിന്നീട് പല പ്ലേയേഴ്സും വന്നിട്ടുണ്ട്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എത്രയോ പ്ലേയേഴ്സ് വന്നിരിക്കുന്നു. യുവരാജ് സിംഗ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ കാംബ്ലി വന്നു, വിരാട് കോഹ്ലി ഉണ്ട്. പക്ഷെ സച്ചിൻ കളിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്, സച്ചിൻ ഔട്ടാകുമോ എന്നൊരു ടെൻഷനുണ്ട്. അപ്പോൾ അതിങ്ങനെ ചിലപ്പോൾ ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ എഴുന്നേറ്റ് മാറില്ല, ഔട്ടായാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സച്ചിനുള്ള വ്യക്തിത്വത്തിനോടുള്ളൊരു ആരാധനയായിരിക്കാം. ഇത്ര ലോകത്തിൻ്റെ നെറുകയിലെത്തിയിട്ടും സച്ചിൻ ഒരിക്കൽ പോലും പ്രകോപിതനായി ഒരു വേൾഡ് കപ്പ് പരാജയപ്പെട്ട ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പുറത്ത് പോയപ്പോൾ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തപ്പോൾ മാത്രമാണ് സച്ചിൻ ഒരു പ്രാവശ്യം ഒന്ന് പ്രതികരിച്ചത്. അതുകൂടാതെ സച്ചിൻ ഒരിക്കലും അങ്ങനെ ഒരു ആരെയും അണ്ടർറൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഇടാറില്ല. കളിക്കളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നേരിട്ട് കൊച്ചിയിൽ കളി കാണാൻ വന്നപ്പോഴൊക്കെ മറ്റുള്ള പ്ലെയേഴ്സിനെയൊക്കെ ആൾക്കാർ ആർത്തലച്ച് വിളിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും സച്ചിൻ എന്നൊരു വിളി കേട്ടാൽ സച്ചിൻ തിരിഞ്ഞു നോക്കും, സച്ചിൻ ചിരിക്കും. സച്ചിൻ്റെ ചിരി മതിയല്ല നമുക്ക്, കളിയും അതാണ് നമുക്കൊരു വ്യക്തിപരമായൊരു ഇഷ്ടം ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. സച്ചിനെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകളുടെയും ഉള്ളിൽ സച്ചിനോടൊരു ഇഷ്ടമുണ്ട്. ആദ്യത്തെ സിനിമ റിലീസാവുന്നതിന് മുൻപ് ഞാൻ ചാനലുകളിലോ എവിടെയോ പോയില്ല, ഞാൻ തന്നെ പോയിട്ട് എന്താണ് പറയേണ്ടത്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ സിനിമയാണെന്ന് പറയണോ, അല്ലെങ്കിൽ ഇത് നല്ലതാണ് അങ്ങനെയൊക്കെ ഞാൻ പറയണോ, എനിക്ക് ചമ്മലായിരുന്നു. സിനിമ ഇറങ്ങി സിനിമ ആളുകൾ ഇഷ്ടമാവുമെങ്കിൽ പറഞ്ഞാൽ പോരെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വിട്ടു. സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, നമ്മൾ ഞാൻ കാരണമായിരിക്കില്ല സിനിമ കാണാൻ വരുന്നത്. ഇതിന് തീർച്ചയായും ഈ സിനിമ കാണാൻ വരുന്ന ആളുകൾ സിനിമയുടെ സബ്ജക്റ്റ് നോക്കുമായിരിക്കും, തീം നോക്കുമായിരിക്കും, പോസ്റ്റേഴ്സ് നോക്കുമായിരിക്കും. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന എബ്രിഷ എന്നുള്ള പേര് പുതിയ ഒരാളുടെ പേരായതുകൊണ്ട് ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചുകൊള്ളുന്നില്ല. പക്ഷേ ഞാൻ സെല്ല് ചെയ്യുന്നത് ഇത് അനൂപ് മേനോൻ അല്ലെങ്കിൽ നിവിൻ പോളി, ഈ 2 പേരുകൾ വെച്ചിട്ടാണ്
സിനിമ സെല്ല് ചെയ്യുന്നത്. അപ്പം നിവിന് ഫാൻസ് ഉണ്ട്, അനൂപിന് ഫാൻസ് ഉണ്ട്. അവർ വഴിയാണ് ഞാൻ തിയേറ്ററിലേക്ക് ആളുകളെ വിളിക്കുന്നത്. അപ്പോൾ നിവിൻ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് മാത്രമല്ല എന്ത് പറയണം എന്നുള്ളതായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് പറയുന്നു ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഒരാഴ്ച നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം പോയിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ സിനിമ റിലീസായ പിറ്റേ ദിവസം തൊട്ട് ഒരുപാട് റിവ്യൂസ് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ റിവ്യൂസാണ്. എത്രയോ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് വന്നത്. അപ്പോൾ റിവ്യൂ എഴുതിയ, ഓരോ കമൻറ്റ് എഴുതിയ, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ ആളുകളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് ലാൽ ജോസ് സാർ പറഞ്ഞു, LJ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, പടം കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട്, സിനിമ പോകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഓഥൻറ്റിക്കായിട്ട് പറയണമെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ വന്നിട്ട് പറയണം. അപ്പോൾ നീ മാറി നിന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചാനലിന് മുന്നിൽ നിന്ന് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ. അപ്പോൾ പറഞ്ഞു നിനക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നീ പറയുക. അപ്പോൾ ഓഡിയൻസ് ഇതിൻ്റെ ഡയറക്ടർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവും. അപ്പോൾ നീ ഇതിൻ്റെ ഓഥൻറ്റിക്കായിട്ട് എന്താണ് ഈ സിനിമ എന്ന് നീ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ചാനലുകൾ നീ തന്നെ പോയി പറയണം. ഇത് ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കുക, ഇത് മറ്റുള്ള തിയേറ്ററിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം LJ ചെയ്തു കഴിഞ്ഞു, നമുക്ക് ചെയ്യാവുന്നൊരു ലിമിറ്റുണ്ട്. അവിടെ നീ പോയി നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയണം എന്ന് പറഞ്ഞിട്ട് സാറങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ബ്രഹ്മമംഗലം എന്നൊരു സ്ഥലത്താണ് എൻ്റെ കൗമാരം. ഞാനൊരു 7ാം ക്ലാസ്സിൽ തൊട്ട് അവിടെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഗവൺമെൻറ് സർവീസിലായിരുന്നു ജോലി. അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചത്. അമ്മയ്ക്ക് അപ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വര ഗഡ്വാൾ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അമ്മയ്ക്ക് അവിടെയായിരുന്നു ജോലി, ഗവൺമെൻറ് സർവീസിലായിരുന്നു. അച്ഛനും അവിടെയായിരുന്നു. അച്ഛൻ പിന്നെ ഡൽഹിയിൽ ഖേത്താൻ ഫാൻ കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ അനുസരിച്ച് എൻ്റെ ജീവിതം ചെറുപ്പത്തിലേ മാറിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ ചെറുപ്പത്തിൽ വല്ലകത്ത് ഒരു നാട്ടിൽ എന്നെ കൊണ്ട് ആക്കിയിട്ട് പോയവർ. അപ്പോൾ അച്ഛനും അമ്മയും വരും, വർഷത്തിലൊരിക്കൽ വരും. അപ്പോൾ ഞാൻ അവരോട് കാത്തിരിക്കും. ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും നോർത്ത് ഇന്ത്യയിൽ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് ബ്രഹ്മമംഗലം എന്ന സ്ഥലത്തായിരുന്നു ജോലി. അപ്പോൾ ഞങ്ങൾ ബ്രഹ്മമംഗലത്ത് താമസിച്ചിരുന്നു. അവിടെ ആ ബ്രഹ്മമംഗലത്ത് താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്ത് രാജീവ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ടീച്ചറിൻ്റെ, സുമതിക്കുട്ടി ടീച്ചറിൻ്റെ മോനാണ്. അപ്പോൾ ഞാൻ കടകളിൽ നിന്ന് പോയി ഫിലിം വാങ്ങിച്ചിട്ട്, ചെറിയ മുറി ഫിലിം കിട്ടുമല്ലോ, അത് രാജീവിൻ്റെ വീട്ടിൽ ഞങ്ങൾ ബൾബിനകത്ത് വെള്ളം നിറച്ചിട്ട് ഫിലിം അതിൻ്റെ മുന്നിൽ വെച്ച് ഈ പുറത്തുനിന്ന് വെളിച്ചടിപ്പിച്ച് ഈ സ്ക്രീനിൽ ഇത് കാണും. അപ്പോൾ അതായിരിക്കും നമ്മൾ സിനിമ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സങ്കല്പം. അങ്ങനെ അതിൻ്റെ ഒരു ടെക്നിക്ക് നമ്മളങ്ങനെ കാണുന്നത്. പിന്നെ ഞാൻ കാണുന്ന സിനിമകളൊക്കെ രാജീവിനോട് പറഞ്ഞു കേൾപ്പിക്കും. ഓട്ടോ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഓട്ടോ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ട് വന്നിട്ട് രാജീവിനോട് ഞാൻ പറയുകയാണ്, ലാലേട്ടൻ്റെ ശൈലിയൊക്കെ അനുകരിച്ചിട്ട് സംസാരിക്കുന്നു, ഡയലോഗ് മൊത്തം പറയുന്നു, പാട്ട് പാടി കേൾപ്പിക്കുന്നു. അങ്ങനെ കഥ മുഴുവനും അങ്ങോട്ട് പറയുകയാണ്. ഈ ലോകം, ഇവിടെ കുറേ മനുഷ്യർ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ടാണ്. അപ്പോൾ മമ്മൂട്ടി സാറായിരുന്നു അതിനകത്ത്. അപ്പോൾ ആ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കഥ പറയുന്നൊരു സ്വഭാവം ചിലപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും. ഫോട്ടോഗ്രാഫിയിലേക്കൊന്നും ഈ സമയത്തൊന്നും വരുന്നില്ല. ഒരു പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വരുമാനത്തിന്, ഇപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല. ഉള്ള പൈസ അമ്മ കൂട്ടി വെച്ചൊരു വീടുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ക്വാർട്ടേഴ്സുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീടിന് വേണ്ടി അമ്മ ഇങ്ങനെ പൈസ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വീഡിയോയ്ക്ക് ലൈറ്റ് അടിക്കാൻ വേണ്ടി പോകും, ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടി. അപ്പോൾ പുള്ളി ഗിരീഷ് എന്നായിരുന്നു ഉള്ളവർ. പുള്ളി പോയിട്ട് എന്നോട് വന്നിട്ട് പറയും, ഇതുപോലെ പുള്ളി പല കാര്യങ്ങളും പറയും, ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയും, ഫോട്ടോഗ്രാഫി അത് ഇതെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. എനിക്ക് അതിനകത്ത് അട്രാക്ഷൻ തോന്നിയത് 50 രൂപ കിട്ടും ഒരു ദിവസം. അപ്പോൾ 50 രൂപയ്ക്ക് വേണ്ടി എൻ്റെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫറുടെ, അവിടെ ഞങ്ങളുടെ നാട്ടിൽ ശ്രീരാജ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ സന്തോഷ് എന്ന് പറഞ്ഞ വീഡിയോഗ്രാഫറുടെ ലൈറ്റ് ബോയ് ആയിരുന്നു ഞാൻ. അത് ഈ 50 രൂപയ്ക്ക് വേണ്ടി പോയതാണ്, അല്ലാതെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ക്രൈസ് ഉണ്ടായിട്ടൊന്നും പോയതല്ല. പക്ഷേ അവിടെ ചെന്ന ശേഷം കുറേ കാലം ഇങ്ങനെ വീഡിയോയ്ക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ച് നടക്കുകയാണ്. അപ്പോൾ 50 രൂപയായിരുന്നു, പിന്നീട് 100 രൂപയായി, പിന്നീട് 150 രൂപയായി. അങ്ങനെ ഒരു വർഷം 1.5 വർഷമൊക്കെ ഞാനിങ്ങനെ ലൈറ്റ് അടിച്ച് നടന്നപ്പോൾ എന്നോട് സന്തോഷം എന്ന് പറയുന്ന ഈ വീഡിയോഗ്രാഫർ എൻ്റെ ഒരു സെനിത്തിൻ്റെ ഒരു ക്യാമറ തന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഫോട്ടോ എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നൊരു ക്യാമറയിൽ ഞാൻ കുറേ പടങ്ങളെടുത്തു. കുറേ പടങ്ങൾ പതിഞ്ഞു, കുറേ പടങ്ങൾ പതിഞ്ഞില്ല. അപ്പോൾ ഈ പതിയാതെ പോയ ഫോട്ടോകൾ എന്തുകൊണ്ട് പതിഞ്ഞില്ല എന്നുള്ളൊരു അന്വേഷണമായിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ പഠനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത് പതിയാതെ പോയത്?
പിന്നെ ആ കാലത്ത് ഞാൻ അന്ന് എടുത്ത പടങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഫോട്ടോ കൊള്ളാമല്ലോ, ഇത് കൊള്ളാം, അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ആ പ്രോത്സാഹനം നമ്മളെ ഫോട്ടോഗ്രാഫറാക്കിയത്.